techniques, use of. Okay, so these are the effective ways of promoting stakeholder participation. So നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള വേസ് ആണ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എഫക്റ്റീവ് ആക്കുന്നത്? ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഓക്കെ, സോ കപ്പാസിറ്റി ബിൽഡിംഗ് മീൻസ് പ്രൊവൈഡിങ് ട്രെയിനിങ്, കോച്ചിങ്, ഫണ്ട് ഓർ അതർ റിസോഴ്സസ് ടു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, അതായത് മോസ്റ്റ്ലി അത് നമ്മുടെ ഒരു പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാറ്റഗറിയിൽ വരുന്നവരായിരിക്കും. അതായത് അതിനകത്ത് നോർമലി ഒരു കുറച്ച് എന്താണ് പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന്റെ കയ്യിൽ അവർക്ക് ട്രെയിനിങ്, കോച്ചിങ്, ഫണ്ട്, അതർ റിസോഴ്സസ് മീൻസ് ദിസ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ട് ബിൽഡ് കപ്പാസിറ്റി, അതായത് അവർക്ക് റിക്കവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനോട് കോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ മാൻഡേറ്റഡ് റെപ്രസെന്റേഷൻ. മാൻഡേറ്റഡ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാല് ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റിൽ ഈ പറയുന്ന എല്ലാവരും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് ആണ് ഈ മാൻഡേറ്റഡ് റെപ്രസെന്റേഷൻ പറയുന്നത്. എസ്റ്റാബ്ലിഷ് ടാർഗറ്റ് ഓഫ് റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ agreeing that all village committees will include an established number of women. മോസ്റ്റ്ലി നടക്കുന്ന ഒരു കാര്യമാണ് എന്തായിരിക്കും, ഇതുപോലുള്ള കാര്യങ്ങളിൽ ലേഡീസ് പാർട്ടിസിപ്പേഷൻ, വുമൺ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഇതുപോലെ എന്ത് ചെയ്യുക, ഓൾ വില്ലേജ് കമ്മിറ്റീസ് വിൽ ഇൻക്ലൂഡ് ആൻ എസ്റ്റാബ്ലിഷ് നമ്പർ ഓഫ് വുമൺ, ഇത്ര പെർസെന്റേജ് വുമൺ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, മാൻഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാകുമ്പോഴേ അവരെ കേസസ് കൂടെ കൂടുതലായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. So that is mandated representation. That is established target of representation. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞുള്ള വുമന്റെ കേസിൽ, അല്ലാത്ത കേസിലും ഇതേപോലെ ടാർഗറ്റഡ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ ഒന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ഇസ് സെപ്പറേറ്റ് ഈവൻസ്. Separate events mean it may be valuable to meet with the specific population groups separately. അതായത് ഓരോ കാറ്റഗറിയിലും വരുന്ന ആൾക്കാരെ സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുക, ദെൻ അവരുടെ ആ ഡിസ്കഷൻ നടക്കുക. ഫോർ എക്സാമ്പിൾ, ടു ഹോൾഡ് എ സെപ്പറേറ്റ് വുമൻസ് മീറ്റിംഗ് ടു ഡിസ്കസ് ദെയർ ഓൺ പെർട്ടിക്കുലർ കൺസേൺസ്. ലേഡീസിന്റെ മാത്രം കൺസേൺസ് പറയാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മീറ്റിംഗ്. അതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി, ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാകുമ്പം അവർ മാത്രം ഫേസ് ചെയ്യുന്നത്, നമ്മൾ ജനറലി പറയുമ്പം മൊത്തത്തിലേ പറയാൻ പറ്റുള്ളൂ. ഒരു പെർട്ടിക്കുലർ കാറ്റഗറിനെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായ പെർട്ടിക്കുലർ കൺസേൺസും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് സെപ്പറേറ്റ് ഇവന്റ്സ്. സോ ഇറ്റ് മേ ബി വാല്യുബിൾ ടു മീറ്റ് വിത്ത് സ്പെസിഫിക് പോപ്പുലേഷൻ ഗ്രൂപ്പ്സ് സെപ്പറേറ്റ്ലി. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ലെവലിംഗ് ടെക്നിക്സ്. ദാറ്റ് ഈസ് a skilled facilitator can use a number of techniques to ensure that all participants have equal opportunity. അതായത് എല്ലാ പാർട്ടിസിപ്പൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ആർക്ക് പറ്റും, ഒരു സ്കിൽഡ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പാർട്ടിസിപ്പൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ലെവലിംഗ് ടെക്നിക്. ആൻഡ് യൂസ് ഓഫ് ഇന്റർമീഡിയറീസ്. Intermediaries may be identified to represent the views where the direct participation of individual is impossible. ചില കേസിൽ എന്തായിരിക്കും, ചില ഇൻഡിവിജ്വൽസിന്റെ ചില ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ എന്ത് ചെയ്യുക, ഇന്റർമീഡിയറ്റ് ആയിട്ട് ആൾക്കാരെ യൂസ് ചെയ്യും, ഓക്കെ, ടു റെപ്രസെന്റ് ദം. സോ ദീസ് ആർ ദ എഫക്റ്റീവ് വേസ് ഓഫ് പ്രൊമോട്ടിംഗ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, കപ്പാസിറ്റി ബിൽഡിംഗ്, mandated representation, separate events, leveling technique, and use of intermediaries. Okay. Now, next is benefit of stakeholder participation in disaster risk reduction. DRR means disaster risk reduction. So, benefit of stakeholder participation in disaster risk reduction. Just points on orpa. Improved program design, improved means of verifying the relevance, strengthened stakeholder commitment,
enhanced sustainability, opportunity to foresee potential obstacles. എക്സ്പ്ലെയിൻ ചെയ്യണോ? സോ പ്രോഗ്രാം ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാനിങ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്ലാനിങ് കുറേം കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവ്ഡ് മീൻസ് ഓഫ് വെരിഫൈങ് ദ റെലവൻസ്. ഓക്കെ, അതിന്റെ റെലവൻസ് വെരിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ, അതായത് ആൾക്കാരുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻസ് വരുമ്പോഴെന്താവും കുറച്ചുകൂടെ അതിന്റെ റെലവൻസ് വെരിഫൈ ചെയ്യാൻ പറ്റും. ദെൻ സ്ട്രെങ്തൻഡ് സ്റ്റേക്ക് ഹോൾഡർ കമ്മിറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ മാക്സിമം കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരുടെ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ദെൻ എൻഹാൻസ്ഡ് സസ്റ്റൈനബിലിറ്റി. ദെൻ ഓപ്പർച്യൂണിറ്റി ടു ഫോർസീ പൊട്ടൻഷ്യൽ ഒബ്സ്റ്റാക്കിൾസ്. നമ്മളൊരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ മേ ബി വരാനുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന പോലെ കുറെ ഡിസ്കഷൻസും കാര്യങ്ങളും വരുമ്പോൾ അതിനെ പറ്റിയൊരു വ്യൂ മുന്നേ, അതായത് ഫോർസി എന്ന് പറഞ്ഞാൽ മുന്നേ അതിനെ പറ്റിയുള്ള ഒരു വ്യൂ ഉണ്ടാവാം. ദെൻ എംഫസൈസ്ഡ് മീൻസ് ടു ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. ഓക്കെ, സോ നമ്മളൊരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാനിൽ വരുന്ന സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, അതായത് നെഗറ്റീവ് ഇമ്പാക്ട് ഐഡന്റിഫൈ ചെയ്യാം, അത് അഡ്രസ് ചെയ്യാൻ പറ്റും. Then opportunity to generate social learning and innovations based on field experience. Okay, so ആ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ചും കൂടെ സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ആ പ്ലാനിൽ കുറച്ചും കൂടെ ഇന്നോവേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൽ പ്രൈമറി വരുന്ന എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ ഇത് കൺട്രോൾ ചെയ്യുന്ന ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർക്ക് അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി ബിൽഡിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ, ഇപ്പൊ പറയാം. ആൻഡ് ഇംപ്രൂവ്ഡ് മീൻസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് പ്രോജക്ട് ബെനിഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വിറ്റബിളി. അതായത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഈ പ്രൊജക്ടിന്റെ ബെനിഫിറ്റ് കിട്ടിയെന്നുള്ളത് എൻഷുർ ചെയ്യുക, അതിനുള്ള മെത്തേഡാണ്. ദെൻ സ്ട്രെങ്തൻഡ് വർക്കിംഗ് റിലേഷൻസ് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെന്റ് ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പാർട്ട്നേഴ്സ്. Okay, that is our interrelation between the stakeholders, government and other organizations, development partners. So our interrelation strengthen ചെയ്യും. Okay, ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാന് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ അതിനുള്ള നെഗറ്റീവ്സ് കുറേയും കൂടെ അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് പോസിബിൾ ആണ്. പിന്നെ അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ, അതുപോലെ എല്ലാവർക്കും ഈ പ്രൊജക്ടിന്റെ ബെനിഫിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. നമ്മൾ പറഞ്ഞു ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, ഇനി അതിനെ കൊണ്ടുണ്ടാവുന്ന കോസ്റ്റ് ആൻഡ് റിസ്ക്, ദറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ റിസ്ക്കും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. എ സെൻസ് ഓഫ് ഇൻഡിഫറൻസ് ഓൺ ദ പാർട്ട് ഓഫ് ഇന്റൻഡഡ് ബെനിഫിഷ്യറീസ്. ഓക്കെ, ദെൻ ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ്. അതായത് നമ്മുടെ ചില ബെനിഫിഷ്യറീസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ചെറിയ 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 പ്രശ്നങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളൊരു തോന്നല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ്, പിന്നെ ഇത്രയും പേരെ ഇന്ററാക്ട് ചെയ്യാനും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കോസ്റ്റ്, അതായത് കുറച്ചും കൂടെ ചെലവ് കൂടുതലായിരിക്കും. ദെൻ ഡേഞ്ചർ ഓഫ് അണ്ടർടേക്കിംഗ് പൂർലി പ്ലാൻഡ് പാർട്ടിസിപ്പേറ്ററി ആക്ടിവിറ്റീസ്. അതായത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാതെ ഈ പാർട്ടിസിപ്പേറ്ററി ആക്ടിവിറ്റീസ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഡ്രോബാക്സ്. ഓക്കെ, സോ വെൽ പ്ലാൻഡ് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ, ഏത് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പ്രോബ്ലംസ് ഉണ്ടാവും, ഡേഞ്ചർ ആണ്. ദെൻ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെന്റ്സ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ വിൽ പവർ, ഗവൺമെന്റിന്റെ പാർട്ടിൽ ആ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്. ദെൻ ഡിഫിക്കൽട്ടി ഇൻ റീച്ചിങ് ഔട്ട് ടു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് നമ്മുടെ കുറച്ചും കൂടെ എന്താ പറയാ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ്ലി എഫക്ട് ചെയ്യുന്ന മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അവരുടെക്ക് എത്തുന്നതിനുള്ള ഒരു ഡിഫിക്കൽട്ടി ചിലപ്പോൾ മീൻസ് നോർമൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ സോഷ്യോ എക്കണോമിക് ആയിട്ട് ബാക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡിൽ നിൽക്കുന്ന ആൾക്കാർ, അവർ മിക്കവാറും ഇനി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും
ചിലപ്പോൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല അവരുടെ സൈഡിൽ നിന്ന്. സോ അവരുടെ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സിലേക്ക് എത്തുന്നതിന്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഐഡന്റിഫൈങ് ജെന്യൂൻ റെപ്രസെന്റേറ്റീവ് NGOs. ദറ്റ് ഈസ് നമുക്ക് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് കൂടാതെ ദർ ആർ സെവറൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ദറ്റ് ആർ NGOs. സോ അതിൽ ഈ പറയുന്നത് പോലെ ഏതൊക്കെയാണ് ജെന്യൂൻ ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അവർ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് വന്നെന്ന് വരില്ല, ഔട്ട്കം കിട്ടിയെന്ന് വരില്ല. ഓക്കെ. Then co-optation by more powerful stakeholders and the exclusion of the poor and disadvantaged. Okay. So more powerful ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവര് എന്ത് ചെയ്യുക, ചിലപ്പോൾ ചില നമ്മുടെ കിട്ടേണ്ട ഫണ്ട്, ഇപ്പം ചിലപ്പോൾ റിസോഴ്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട്, അപ്പൊ നമുക്ക് കിട്ടേണ്ട ശരിക്കും പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തവർക്ക് കിട്ടേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ മോർ പവർഫുൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നിങ്ങളിപ്പം ഈ ഒരു ഫ്ലഡിന്റെ കേസിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് എത്തിയിട്ടുണ്ടാവില്ല, അല്ലാത്തവർക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ. സോ അങ്ങനെ ഉള്ള ഒരു co-optation by more powerful stakeholders and exclusion of the poor and disadvantaged. കുറച്ച് സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒഴിഞ്ഞു പോയിട്ട് മോർ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇത് കിട്ടാം. ഓക്കെ. ദെൻ ക്രിയേഷൻ ഓഫ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. ദെൻ അതുപോലെ നമ്മൾ ചിലപ്പോ ഈ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിൽ ശരിക്കും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, ഒപ്പീനിയൻ ആയിട്ട് വന്നേക്കാം. ദെൻ എഗ്രവേറ്റിംഗ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് വിത്ത് ഡിഫറെന്റ് ഇൻട്രസ്റ്റ്. അതേപോലെ പല പല കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രൈമറി സെക്കൻഡറി കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ കണ്ടു. അപ്പൊ ഇതിൽ ഓരോരുത്തർക്കും അവരുടെ ഒരു ഒപ്പീനിയൻസിൽ വരുന്ന കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. ദെൻ വീക്ക് കപ്പാസിറ്റി ഓഫ് ബെനിഫിഷ്യറി ആൻഡ് ഇന്റർമീഡിയറ്ററി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻസ് സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരുന്ന അവരുടെ കപ്പാസിറ്റി ലെസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ദെൻ ചാലഞ്ച് ഓഫ് കോർഡിനേറ്റിംഗ് എഫേർട്സ് വിത്ത് അതർ ഓൺഗോയിങ് പാർട്ടിസിപ്പേഷൻ പ്രോസസ്. അപ്പൊ അതുപോലെ വേറെ കുറെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവും, റിലീഫ് ആക്ടിവിറ്റീസും റിക്കവറി ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവും. സോ അതിന്റെ കൂടെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. സോ ഇതൊക്കെയാണ് കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. സോ നമ്മുടെ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വരുന്ന റിസ്കി ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിലുള്ള ഇഷ്യൂസ് വരാം, ഇതേപോലെ മാർജിനലൈസ്ഡ് പീപ്പിളിന്റെ അടുത്ത് എത്തുന്നതിലുള്ള ബുദ്ധിമുട്ടാവാം, കറക്റ്റ് ജെന്യൂൻ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് NGO ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള പ്രശ്നം വരാം. ഓക്കെ. ദെൻ അതേപോലെ നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്ത ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവാം. പിന്നെ ഈ പറയുന്ന കുറെ ആൾക്കാരുടെ ഒപ്പീനിയൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട നമ്മുടെ ഓർഗനൈസേഷൻസ് വീക്ക് ആണെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ. പിന്നെ അതേപോലെ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത സ്ഥലത്ത് ഒരുപാട് പ്രോസസ്സസ് ഉണ്ടാവും, അതിന്റെ കൂടെ ഇതും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രോസസ്. ഓക്കെ. Then next is the steps in participatory stakeholder engagement. Okay. So what are the major steps in stakeholder participation or stakeholder engagement? First step is identify key stakeholders. Key stakeholders ആണ് വേണ്ട റിസോഴ്സസും പവറും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. So identify the key stakeholders. Then second step, access stakeholder interest and the potential impact of the new initiative or subject of interest. Okay. So ഇതിന്റെ നമ്മുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ പുതിയ എന്താണോ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. സോ ആക്സസ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ആക്സസ് സ്റ്റേക്ക് ഹോൾഡർ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ. സോ അവരുടെ പവർ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അസസ് ചെയ്യുക. Then outline a stakeholder participation strategy. സോ അതിന് വേണ്ട പ്രോസസ്സിന്റെ ഒരു സ്ട്രാറ്റജിന്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻലി ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് വരുന്നത്. സോ ഫസ്റ്റ് ആരാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ആൻഡ് അതേപോലെ പവർ ആർക്കാന്നുള്ള കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഇപ്പം മെയിൻലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണോ അങ്ങനെയുള്ളത്. ഓക്കെ. ആരാണ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അത് അസസ് ചെയ്യുക, അവരുടെ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് എന്താണ്, പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ദ ന്യൂ ഇനീഷ്യേറ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ദെൻ അസസ് സ്റ്റേക്ക് ഹോൾഡർ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇമ്പോർട്ടൻസ്, അവരുടെ ഇൻഫ്ലുവൻസ് ഇമ്പോർട്ടൻസ് അസസ് ചെയ്യുക.
ദെൻ ഔട്ട്ലൈൻ എ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ സ്ട്രാറ്റജി. ദെൻ എങ്ങനെയൊക്കെയാണ് പ്രോസസ് ചെയ്യുന്നതിനുള്ള ഒരു ഔട്ട്ലൈനും ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ സ്റ്റെപ്പായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, കീ സ്റ്റേക്ക് ഹോൾഡർ ഐഡന്റിഫിക്കേഷൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇൻ ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഹു ആർ ദ പ്രോഗ്രാം ഓർ പ്രൊജക്ട് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്. ഓക്കെ, സോ ഇതിനകത്ത് പ്രൊജക്ട് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് അല്ലെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഹു മൈറ്റ് ബി അഡ്വേഴ്സ്ലി ഇമ്പാക്റ്റഡ്, ആരൊക്കെയാണ് അഡ്വേഴ്സ്ലി ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ടാവുക? ദെൻ വിൽ ദ പ്രോജക്ട് ഇമ്പാക്ട് ഓൺ എനി വൾണറബിൾ ഗ്രൂപ്പ്സ്, അത് പോസിറ്റീവ്ലി ആകാം നെഗറ്റീവ്ലി ആകാം, അതായത് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവോ? ഹു ആർ ദ പ്രൊജക്ട്സ് മെയിൻ സപ്പോർട്ടേഴ്സ് ആൻഡ് ഒപ്പണൻസ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, ഒപ്പണൻസ് ആരായിരിക്കും? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് പ്ലാൻഡ് ആക്ടിവിറ്റീസ്, നമ്മളൊരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്ത് ആരായിരിക്കും ചെയ്യുന്നത്? ആൻഡ് ഹു ക്യാൻ കോൺട്രിബ്യൂട്ട് ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്, ആൻഡ് ഹൂസ് ബിഹേവിയർ ഹാസ് ടു ചേഞ്ച് ഫോർ ദ ഇന്റർവെൻഷൻ ടു സക്സീഡ്. ഓക്കെ, സോ ഈ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പറഞ്ഞ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ല, എല്ലാം വരും. അതായത് എല്ലാ സ്റ്റേജിലുള്ള നമ്മൾ 3 ടൈപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യലാണ്. സോ ഹു ആർ ദ പ്രോഗ്രാം ഓർ പ്രൊജക്ട് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, സോ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്? ഹു മൈറ്റ് ബി അഡ്വേഴ്സ്ലി ഇമ്പാക്റ്റഡ്, സോ ഒരു ഡിസാസ്റ്ററിന്റെ ഇതിൽ ആരൊക്കെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവുക? ആൻഡ് വിൽ ദ പ്രൊജക്ട് ഇമ്പാക്ട് ഓൺ എനി വൾണറബിൾ ഗ്രൂപ്പ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് ഏതെങ്കിലും വൾണറബിൾ ഗ്രൂപ്പിനെ ഇമ്പാക്ട് ചെയ്യാതെ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നാവാം, അല്ലെങ്കിൽ അവരെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുമെന്നാവാം. ആൻഡ് ഹു ആർ ദ പ്രൊജക്ട് മെയിൻ സപ്പോർട്ടേഴ്സ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, ഒപ്പോസ് ചെയ്യുന്നത് ആരാണ്? ആൻഡ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട്, ഈ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? അത് ഗവൺമെന്റ്, ഏതെങ്കിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണോ, അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണോ, അല്ലെങ്കിൽ കമ്പൈൻഡ് ആണോ? അപ്പൊ ഏതൊക്കെ ആരൊക്കെ അതിന് റെസ്പോൺസിബിൾ ആണ്? ദെൻ ഹു ക്യാൻ കോൺട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്, നമുക്ക് ഇത് ചെയ്യാൻ വേണ്ട ഫിനാൻഷ്യൽ റിസോഴ്സ് അതേപോലെ ടെക്നിക്കൽ റിസോഴ്സ് കോൺട്രിബ്യൂഷൻ ആരുടേതാണ്? ഹൂസ് ബിഹേവിയർ ഹാസ് ടു ചേഞ്ച് ഫോർ ദ ഇന്റർവെൻഷൻ ടു സക്സീഡ്, സോ ഇത് സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് വേണം, ഈ കാര്യങ്ങളാണ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐഡന്റിഫിക്കേഷന് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു കൺക്ലൂഷൻ, ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തത്, അതായത് ഇതിന്റെയൊക്കെ ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, അനാലിസിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇമ്പാക്ട്സ്. ഓക്കെ, സോ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് അതേപോലെ ഈ നമ്മുടെ പ്രൊജക്ട് ഇമ്പാക്ട്, അതിന്റെ അനാലിസിസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ, ഹൗ ഡസ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസിഡർ ദ പ്രോബ്ലം അറ്റ് ഹാൻഡ് ആൻഡ് പ്രപ്പോസ്ഡ് സൊല്യൂഷൻ, അതായത് ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പും ഈ പ്രോബ്ലത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദെയർ കീ കൺസേൺസ് ആൻഡ് ഇൻട്രസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോജക്റ്റ്, അവരുടെ മെയിൻ കൺസേൺസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് വാട്ട് ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ പ്രൊജക്ട്, ഇനി അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഡിസാസ്റ്റർ നടന്ന ഒരു ഏരിയയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്നത്, അതിപ്പം ചിലപ്പോൾ ബെനിഫിഷ്യറീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ പീപ്പിൾ ആണെങ്കിൽ അവരുടെ ഒരു ആ സ്റ്റേജിൽ നിന്നുള്ള ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവർ ആ ലെവൽ എങ്ങനെ മാറ്റണം എന്നുള്ളൊരു ചേഞ്ച് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. സോ വാട്ട് ആർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ദ പ്രോജക്ട്, ആൻഡ് വാട്ട് ഡസ് each group of stakeholders stand to gain or lose as a result of project. Okay, so ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്തൊക്കെ ഗെയിൻ ഓർ ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. Then what conflicts might a group of stakeholders have with a particular project strategy, ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് സ്ട്രാറ്റജി പറഞ്ഞു, ദെൻ അതിനകത്ത് എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ട്, അതായത് ചിലപ്പോൾ ഈ ബെനിഫിഷ്യറീസ് പറയുന്നതായിരിക്കൂല ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ആ ബെനിഫിഷ്യറീസിന്റെ ഗ്രൂപ്പിൽ തന്നെ എന്തുണ്ടാവാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരാം. സോ വാട്ട് ആർ ദ കോൺഫ്ലിക്ട്സ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദിസ് പ്രൊജക്ട് സ്ട്രാറ്റജി. ദെൻ ഹൗ ഡു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേറ്റ് ടു ഈച്ച് അതർ, ആൻഡ് ഈസ് ദർ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ബിറ്റ്വീൻ ദർ ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവർ ഈ പ്രോബ്ലം അതിന്റെ സൊല്യൂഷൻസിനും എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ദെൻ അവരുടെ കൺസേൺസ്, കീ കൺസേൺസ് എന്തൊക്കെയാണ്, ദെൻ എക്സ്പെക്ടേഷൻസ്, ഈ പ്രൊജക്ടിന്റെ ഔട്ട്കം ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ
ഇവരുടെ ഇടയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ദാറ്റ് ഈസ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് അബൌട്ട് ദിസ് പ്രൊജക്ട് സ്ട്രാറ്റജി. ആൻഡ് അതേപോലെ തന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെക്ടേഷനുള്ള കൺവേർജൻസും ഡൈവേർജൻസും എന്നുവെച്ചാൽ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ കൺസേൺസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ്, ദാറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇമ്പാക്ട്. ഓക്കെ, അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒപ്പീനിയൻസ്, അവരുടെ ഇൻട്രസ്റ്റ്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ അതിൽ നമ്മുടെ പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ, ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്, ഓരോ ഓരോ കാറ്റഗറിപ്പെട്ട ആൾക്കാരെ എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യും, അതൊക്കെയാണ് ഏത് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന്. ദെൻ സെക്കൻഡ് തിങ്, അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റും പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇമ്പാക്ട്സും അനലൈസ് ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ സ്റ്റേക്ക് ഹോൾഡർ പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യുന്നത് ഹു ആർ ദ പ്രൊജക്ട്സ് ടാർഗറ്റഡ് പ്രൈമറി ബെനിഫിഷ്യറീസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡർ ഐഡന്റിഫിക്കേഷനിൽ കുറച്ച് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിനെപ്പറ്റി കുറച്ച് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ. ഹു ആർ ദ പ്രൊജക്ട്സ് ടാർഗറ്റഡ് പ്രൈമറി ബെനിഫിഷ്യറീസ്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, പ്രൈമറി ബെനിഫിഷ്യറീസ് ആരാണ്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ടു ദ സക്സസ് ഓഫ് ദ പ്രൊജക്ട്. ഇനി ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും, സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ഓർക്കോ, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഡിഫറെന്റ് ലെവലിലുള്ള ആൾക്കാരും മീഡിയാസും എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിന്റെയും ഇമ്പോർട്ടൻസ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ടു ദ സക്സസ് ഓഫ് ദ പ്രോജക്ട്, ആൻഡ് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ഓവർ ദ പ്രൊജക്ട്. ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് എന്താണ്. Then are special measures needed to protect the interest of primary stakeholder groups that are weak or vulnerable. അതായത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ മെഷേഴ്സ് ആവശ്യമുണ്ടോ, അതായത് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്, അതായത് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്ക് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള വീക്ക് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ മെഷേഴ്സ് എടുക്കേണ്ടതുണ്ടോ. ഇത്രയാണ് സ്റ്റേക്ക് ഹോൾഡർ പ്രയോറിറ്റൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പ്രൈമറി ബെനിഫിറ്റ് കിട്ടേണ്ടത്, ദെൻ നമ്മുടെ ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിന്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, അവരുടെ ഇൻഫ്ലുവൻസ് എന്താണ്, ദെൻ അതേപോലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ വൾണറബിൾ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ മെഷേഴ്സ് എടുക്കേണ്ടതുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേക്ക് ഹോൾഡർ പ്രയോറിറ്റൈസേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് 3 steps, that is first 3 step means stakeholder identification, then analysis of stakeholder interest and the project impacts, and stakeholder prioritization. So the result of all the 3 steps of stakeholder analysis can be represented in table form to provide a clear and comprehensive picture of stakeholder interest, importance and influence. ഈ 3 സ്റ്റെപ്പ് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ടേബുലേറ്റ് ചെയ്യും. ദെൻ അതിനകത്തുനിന്ന് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, അവരുടെ ഇമ്പോർട്ടൻസ്, ഇൻഫ്ലുവൻസ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റെപ്പ്, സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാനിങ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ദ സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാൻ ഔട്ട്ലൈൻ ദ സ്പെസിഫിക് ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്. അപ്പൊ ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് ഔട്ട്ലൈൻ ആണ് സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിൽ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, പിന്നെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും അവരുടെ കൺസേൺസും കംപ്ലീറ്റ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ അതിന് വേണ്ട പ്രയോറിറ്റി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പും ക്യാരി ഔട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ആ ആക്ഷൻ പ്ലാൻ ഔട്ട്ലൈനെയാണ് സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സം സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്സ് വിൽ ഹാവ് ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ് റോൾ ടു പ്ലേ. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. വൈൽ അതേഴ്സ് മേ ഓൺലി നീഡ് ടു ബി കെപ്റ്റ് ഇൻഫോംഡ് ഓഫ് പ്രോഗ്രസ്. കുറച്ച് ആൾക്കാർ എന്തായിരിക്കും ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം നമ്മൾ അവരെ. ഓർ ബി ഇൻവോൾവ് അറ്റ് സർട്ടൻ കീ മൊമെന്റ്സ് ഓഫ് പ്ലാനിങ് ഓർ ഇംപ്ലിമെന്റേഷൻ. ഓർ ചിലര് എന്താണ് അതിന്റെ പ്ലാനിങ് ലെവലിലോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനിലോ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർ ഇൻവോൾവ് ചെയ്യേണ്ടി വരുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ആ ഇറങ്ങുന്ന ആൾക്കാർ എന്തായിരിക്കും, ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ആയിരിക്കും. ബട്ട് അതിന്റെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ മേലേക്കുള്ള ആൾക്കാരെ അറിയിക്കേണ്ടി വരും. ദെൻ അത്യാവശ്യമുള്ള സമയത്ത് കീ മൊമെന്റ്സിൽ അല്ലെങ്കിൽ ഇതെങ്ങനെ വേണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന മൊമെന്റ്സിൽ അവർ ഇൻവോൾവ് ആയിരിക്കും.
ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവും, അത്രമാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, സോ ഓരോ ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ഓരോരോ അവരുടേതായ ഒരു ഫംഗ്ഷൻസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും. അത് ഒന്നുകിൽ ഫുൾ ടൈം ആക്ടിവിറ്റി ആയിരിക്കും, ചിലത് എന്തായിരിക്കും കറക്റ്റ് കീ പോയിന്റ്സിൽ മാത്രം, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ട ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ ആയിരിക്കും ചിലരുടെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരിക. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, so a stakeholder action plan is best drawn up in direct collaboration with the concerned, and a participatory workshop is often the best way to proceed. എന്നുവെച്ചാൽ നമ്മൾ കുറെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്റ്റേക്ക് ഹോൾഡർ ആക്ഷൻ പ്ലാൻ. അപ്പൊ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ആക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അത് ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും ഡിഫറെന്റ് ആക്ഷൻസ് ആയിരിക്കും, ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ബെസ്റ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർട്ടിസിപ്പേറ്ററി വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്ററി വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, ദെൻ അതിനകത്തുനിന്ന് ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പറയുന്നത്. ഓക്കെ, സോ മെത്തേഡ് ആൻഡ് ടൂൾസ് ഫോർ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് അതിന്റെ സ്റ്റെപ്സ് ആണ്, ദാറ്റ് ഈസ് ബേസിക് സ്റ്റെപ്സ്. പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ഡിഫറെന്റ് സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞത്. സ്റ്റേക്ക് ഹോൾഡറിനെ ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ ഇൻട്രസ്റ്റും നമ്മുടെ പ്രൊജക്ട് ഇമ്പാക്ട്സും അനലൈസ് ചെയ്യാം, ദെൻ സ്റ്റേക്ക് ഹോൾഡർ ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് അസസ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം, ദെൻ ഒരു ആക്ഷൻ പ്ലാന് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത്രയാണ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിനുവേണ്ടി ചെയ്യുന്ന മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഇനി മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഫോർ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ചെയ്യുന്നത്? അതിന് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, ദെൻ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഓർ ഡാറ്റ കളക്ഷൻ. ഇത് രണ്ടുമാണ് മെയിൻ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്നത്, മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ്സ് ആൻഡ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പാനൽ ഡിസ്കഷൻ, പിരമിഡ് സ്കീം, ഡിബേറ്റ്, റൗണ്ട് ടേബിൾ. പറയാം, നമുക്ക് ഓരോന്നായിട്ട് എന്താന്ന് പറയാം. അതേപോലെ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഓർ ഡാറ്റ കളക്ഷനിൽ വരുന്നത് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂയിങ്, മാപ്പിംഗ്, റാങ്കിങ്, ട്രെൻഡ് ആൻഡ് ടൈം അനാലിസിസ്. ഓക്കെ, നമുക്ക് ഇത് ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദീസ് ആർ ദ മെയിൻ മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. നിങ്ങൾ ഈ ഹെഡിങ്സ് മറന്നു പോകാൻ പാടില്ല, ദെൻ ഓരോ കാര്യങ്ങളും എന്താണെന്ന് പറയാം. ഓക്കെ, സോ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഫോർ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിൽ മെയിൻലി വരുന്നത് പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്പ് ആണ്, ദെൻ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഓർ ഡാറ്റ കളക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്സിൽ വരുന്ന പോയിന്റ്സ്. അതിൽ വൺ ഓഫ് ദം ഇസ് പാനൽ ഡിസ്കഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നോർമൽ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് അല്ലെ. സോ പാനലിസ്റ്റ് ബിൽഡ് ഓഫ് ഈച്ച് അതേഴ്സ് ആൻസേഴ്സ് ടു ഒബ്റ്റെയിൻ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആൻഡ് ഡീപ്പൻ ദ ഡിസ്കഷൻ. The discussion can start with an overview presentation and brief comments from each panelist to frame the discussion and provide the audience with an understanding of the experience and viewpoint each panelist brings. അപ്പൊ ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, അതാണ് പാനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്ത് ആൻ ഓവർവ്യൂ പ്രസന്റേഷൻ, എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനും അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ പ്രസന്റ് ചെയ്യും. ആൻഡ് ബ്രീഫ് കമന്റ്സ്, ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ കമന്റ്സും കൂടെ അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ആൻഡ് പ്രൊവൈഡ് ദ ഓഡിയൻസ് വിത്ത് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് വ്യൂ പോയിന്റ് ഈച്ച് പാനലിസ്റ്റ് ബ്രിങ്. അപ്പൊ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ടാവാം, ഒരു ഡിസ്കഷൻ. ഓക്കെ, ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക്, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്കഷനുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പാനൽ ഡിസ്കഷൻ. So panelists build off each other's answers to obtain different opinions and deepen the discussion. അതിൽ ഓരോരുത്തരുടെയും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുക, ദെൻ ആ ഡിസ്കഷൻ കുറച്ചുകൂടെ ഡെപ്തിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, സോ ആദ്യം ഒരു ഓവറോൾ പ്രസന്റേഷനും അവരുടെ ഒപ്പീനിയൻസും ആയിരിക്കും പ്രസന്റ് ചെയ്യുക. ദെൻ അതിനെ പറ്റിയിട്ട് ഓഡിയൻസിന് പറയാനുള്ളത് കേട്ടിട്ട് കംപ്ലീറ്റ് ഒരു ഡീപ്പ് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്, പാനൽ ഡിസ്കഷൻസിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് പിരമിഡ് സ്കീംസ് ആണ്. ഓക്കെ, participants are given a question or problem to think through on their own for few minutes. They are then asked to join with a neighbor to discuss the topic in twos, then in a subsequent round in groups of 4 or 6, then in groups of 8 or 12. അതാണ് പിരമിഡ് സ്കീം.
അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ഈ പാനലിസ്റ്റ്, അതായത് അതിന്റെ മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ തരും, അവരുടേതായ ഒപ്പീനിയൻസും കമന്റ്സും പറയും. ദെൻ ഇതിന് റാൻഡം ആയിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ആ ഡിസ്കഷൻ ഒന്ന് ഡെപ്തിലോട്ട് കൊണ്ടുപോകും. ഈ പിരമിഡ് സ്കീമിൽ ചെയ്യുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് തരുവാണ്, നിങ്ങളാണ് പാർട്ടിസിപ്പൻസ് എന്ന് വിചാരിക്കുക. യു ആർ ഗിവൺ വിത്ത് ക്വസ്റ്റ്യൻസ് ഓർ പ്രോബ്ലം, അതായത് ഇപ്പോൾ നമുക്കുള്ള ഇഷ്യൂസ്, നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് തരും. ഓക്കെ, ദെൻ ഓരോരുത്തരും എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക, ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഉള്ള ഇഷ്യൂ ഇങ്ങനെയാണ്, അപ്പൊ അതിനെന്തൊക്കെ നമുക്ക് ആക്ഷൻ പ്ലാൻസ് എടുക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പൻസ് ഒന്ന് ഒറ്റക്ക് കുറച്ച് സമയത്തേക്ക് തിങ്ക് ചെയ്യുക. ദെൻ പിരമിഡ് എന്ന് പറയുന്ന റീസൺ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള രണ്ടാൾക്കാർ കൂടിയിട്ട് അവരെ വ്യൂസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന രണ്ടാൾക്കാർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടെ വ്യൂസ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ എന്താ, വ്യൂസ് ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ അടുത്തിരിക്കുന്ന വേറെ വ്യൂ ആയിരിക്കും, അല്ലെ ഞാൻ പറയുന്നതിന്റെ ഡ്രോബാക്ക് ചിലപ്പോൾ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നതിനെക്കാട്ടെ നല്ല മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടുപേര് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായി, രണ്ടാളുടെ ഐഡിയാസും കൂടെ കുറച്ചും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോർ ബെറ്റർ ഐഡിയ കിട്ടും, അല്ലെ. പിന്നെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ദെൻ ഇൻ എ സബ്സീക്വന്റ് റൗണ്ട് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 4, അടുത്ത നാലാൾക്കാർ കൂടിയിട്ടൊന്ന് ആലോചിക്കുക. അപ്പൊ ഈ രണ്ടാൾക്കാരും കൂടെ ഐഡിയയിൽ വന്ന കാര്യങ്ങളും അടുത്ത രണ്ടാൾക്കാരും കൂടെ മിക്സ് ആവും. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അങ്ങനെ എന്ത് ചെയ്യുക, ലാർജ് ഗ്രൂപ്പിലേക്ക്, അതാണ് ആ ഒരു പിരമിഡ് എന്ന് പറഞ്ഞ പേര് വന്നത് അതുകൊണ്ടാണ്, ആ ഒരു സ്ട്രക്ചർ. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ആലോചിക്കുക, ദെൻ രണ്ടാൾക്കാരെ ഡിസ്കസ് ചെയ്യുക, മൂന്നാൾക്കാർ നാലാൾക്കാർ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബെറ്റർ പ്രൊജക്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ആർ പിരമിഡ് സ്കീംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നൊരു പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗിന്റെ ടൂളാണ് ഡിബേറ്റ്സ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, സോ ഡിബേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്പീക്കേഴ്സ് പ്രസന്റ് ഒപ്പോസിംഗ് സൈഡ്സ് ഓഫ് എൻ ഇഷ്യൂ, അല്ലെ. അതായത് രണ്ട് സൈഡിലേക്ക് ഡിബേറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ടോപ്പിക് ഒരു കാര്യം പറയും, ഇങ്ങനെ ചെയ്യാം, അപ്പൊ അതിന്റെ പ്രോസും കോൺസും അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് സൈഡ്സ് പ്രസന്റ് ചെയ്യും. ദിസ് ഫോർമാറ്റ് ക്യാൻ ലിവൺ അപ്പ് എ ഡിസ്കഷൻ ടോപ്പിക് ദാറ്റ് ലെൻഡ് ഇറ്റ്സെൽഫ് ടു ഡിബേറ്റിംഗ് പ്രോസ് ആൻഡ് കോൺസ്, മൾട്ടിപ്പിൾ വ്യൂസ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ അറൌണ്ട് എൻ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂന്റെ രണ്ട് പാർട്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ്, അതിന് ഇങ്ങനെ ചെയ്യാന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസ് ആൻഡ് കോൺസും, അപ്പൊ ഒരു ടീം അതിനെ സപ്പോർട്ട് ചെയ്യും, മറ്റേ ടീം അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്കഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് നമുക്ക് നെഗറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാം, ഓക്കെ, അല്ലെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് പറയാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഒരു സൊല്യൂഷനിലേക്ക് വരാം. ഓക്കെ, സോ ഗ്രൂപ്പ്സ് ഓഫ് പാർട്ടിസിപ്പന്റ് ക്യാൻ ബി അസൈൻഡ് ഒപ്പോസിംഗ് സൈഡ്സ് ഓഫ് എൻ ഇഷ്യൂ ആൻഡ് ആസ്ക് ടു ഫോർമുലേറ്റ് ദ കീ ഡിബേറ്റ് പോയിന്റ്സ് ആസ് എ ഗ്രൂപ്പ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്നത് പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്സ്, ദാറ്റ് ഈസ് റൗണ്ട് ടേബിൾ. റൗണ്ട് ടേബിൾ എന്ന് മീൻ ചെയ്യുന്നത് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. ഓക്കെ, പാർട്ടിസിപ്പൻസ് ഫ്രം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അറൌണ്ട് എ സ്പെസിഫിക് ടോപ്പിക് ഏരിയ ഇൻ ഓർഡർ ടു ഷെയർ എക്സ്പീരിയൻസ് ആൻഡ് ഡിസ്കസ് ഐഡിയാസ്. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഐഡിയാസും എക്സ്പീരിയൻസും ഡിസ്കസ് ചെയ്യുക. Formal questions could be posed to the group to guide their discussion, or the topic could remain open for the group to determine the direction of their conversation. അപ്പൊ വേണമെങ്കിൽ നമുക്കിപ്പം ഗ്രൂപ്പായിട്ടിരിക്കുമ്പം ഓരോ ഗ്രൂപ്പിനേക്കും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അവർ എന്തിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളത്, അങ്ങനെ ഒരു ടോപ്പിക് കൊടുക്കാം. ദെൻ അങ്ങനെ അവരെ ഡയറക്റ്റ് ചെയ്യാനും കൂടെ പറ്റും. ഓക്കെ, റൗണ്ട് ടേബിൾസ് ആർ സിമിലർ ടു വർക്കിംഗ് സെഷൻസ് ബട്ട് ജനറലി ആർ നോട്ട് ആസ് ഫോർമൽ and may be used to simply start the discussion without the time allotted to work toward completing a joint project. So complete നമ്മുടെ ഫോർമൽ ഡിസ്കഷൻ ആയിരിക്കില്ല, നോർമലി ഒരു ടോപ്പിക്കിനെ പറ്റി, പക്ഷെ അതിനെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരാൾ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ദാറ്റ് ഈസ് ആ ഒരു ഫോർമൽ ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്ത് അപ്പൊ അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് അങ്ങനെ അവരുടെ ആ ഒരു ഡിസ്കഷന്റെ ഡയറക്ഷനും കൂടെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ഒബ്റ്റെയിൻ ഗുഡ് റിസൾട്ട്സ്. ഓക്കെ, സോ ദീസ് ആർ ദ പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് ഒരു ടൂള്. അതായത് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിന്റെ ഫസ്റ്റ് ടൂളാണ് പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ്സ് ആൻഡ് വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഓർ ഡാറ്റ കളക്ഷൻ ആണ്. അതായത് ഡാറ്റ കളക്ഷൻ, മറ്റേത് കംപ്ലീറ്റ് നിങ്ങൾ ഓർക്കണം ഡിസ്കഷൻ മോഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ഓർ ഡാറ്റ കളക്ഷൻ ആണ്. സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂയിങ്. ദിസ് ഈസ് ഇന്റർവ്യൂയിങ് ബേസ്ഡ് നോട്ട് ഓൺ എ ക്വസ്റ്റ്യൻ ബട്ട് ഓൺ എ ചെക്ക് ലിസ്റ്റ് ഓഫ് ഇഷ്യൂസ് അക്കോർഡിംഗ് ടു ദ ഇന്റർവ്യൂ സിറ്റുവേഷൻ. നോർമലി നമ്മൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യർ ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ ആൻസർ പറയും. ഓക്കെ, അപ്പൊ ഈ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യർ അല്ല, ബട്ട് ഓൺ ചെക്ക് ലിസ്റ്റ് ഇഷ്യൂസ്. നമ്മൾ കുറച്ച് ഇഷ്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സോ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, ദെൻ മാപ്പിംഗ്, ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഓർ ഡ്രോയിങ് കമ്മ്യൂണിറ്റി മാപ്സ്, പേഴ്സണൽ മാപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മാപ്സ് എക്സെട്ര.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിന്റെയും മാപ്പിംഗ് മീൻസ് ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാപ്പ് ചെയ്യാന്നുള്ളത്. ദെൻ റാങ്കിങ്, പ്രോബ്ലം റാങ്കിങ്, പ്രിഫറൻസ് റാങ്കിങ്, വെൽത്ത് റാങ്കിങ് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഇഷ്യൂസിനെ റാങ്ക് ചെയ്യുക ഏത് ഓർഡറിൽ, അതായത് പ്രയോറിറ്റി ഒക്കെ കൊടുക്കുമല്ലോ, ഏതിനൊക്കെ പ്രിഫറൻസ് കൊടുക്കണം, എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ്, അങ്ങനെ. പിന്നെ നമുക്ക് അതിന് അതുപോലെ റിസോഴ്സസ്, വെൽത്ത് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള റാങ്കിങ്സ് കൊടുക്കുക. ആൻഡ് ട്രെൻഡ് ആൻഡ് ടൈം അനാലിസിസ്, ഹിസ്റ്റോറിക്കൽ ഡയഗ്രാമിംഗ്, സീസണൽ കലണ്ടേഴ്സ്, ഡെയിലി ആക്ടിവിറ്റീസ് ചാർട്ട് എക്സെട്ര. എന്ന് വെച്ചാൽ നമുക്ക് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം അനാലിസിസ്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിട്ടുള്ള അതേ ഇൻസിഡന്റ് മുന്നേ ഉണ്ടായപ്പോൾ ഉണ്ടായ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ അങ്ങനെ ഇതിനു വേണ്ട സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഓർ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് വരുന്ന മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഫോർ പാർട്ടിസിപ്പേറ്ററി എൻഗേജ്മെന്റ്. ഓക്കെ, സോ അതിൽ വരുന്നത് പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ് ആൻഡ് വർക്ക്ഷോപ്പും റിസർച്ച് ഓർ ഡാറ്റ കളക്ഷനുമാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, then we can see the levels of stakeholder participation. അതായത് ഇതിനകത്തുള്ള പല ആൾക്കാർ, അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ജസ്റ്റ് ഒരു ഡയഗ്രാം കാണിച്ചു തന്നേ ഉള്ളൂ. ക്രിയേറ്റേഴ്സ്, അഡ്വൈസേഴ്സ്, റിവ്യൂവേഴ്സ്, ഒബ്സർവേഴ്സ്, അൺസർപ്രൈസ്ഡ്, എപ്പത്തറ്റിക്. അതെന്ന് വെച്ചാൽ പല ലെവൽസിലുള്ള ആൾക്കാർ. ഒന്ന് അതിന്റെ ഏറ്റവും ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ദെൻ അതിനെ അഡ്വൈസ് ചെയ്യാനുള്ള, റിവ്യൂ ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാൻ, അങ്ങനെ പല ലെവലില് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവാം. ഓക്കെ, സോ that's about participatory stakeholder engagement. Okay. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയാണ് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിൽ വരുന്നത്.